ഓക്കെ ഫ്രണ്ട്സ്, ഒരു യൂട്യൂബ് ഷോർട്സ് വീഡിയോ ക്യാൻവയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. സോ അതിന് നമുക്ക് റൈറ്റ് സൈഡിലുള്ള ക്രിയേറ്റഡ് ഡിസൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് യൂട്യൂബ് ഷോർട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയൊരു യൂട്യൂബ് ഷോർട്സിൻ്റെ ഒരു ആർട്ട് ബോർഡ് നമുക്കിവിടെ കിട്ടും. ഒരു വെർട്ടിക്കൽ ലേഔട്ടുള്ള ഒരു ആർട്ട് ബോർഡ്, അതായത് ഒരു മൊബൈൽ ലേഔട്ടിൻ്റെ ഒരു ആർട്ട് ബോർഡ് നമുക്കിവിടെ കിട്ടും. ഇനി നമുക്കിവിടെ നമ്മുടെ ആർട്ട് ബോർഡിന് നമുക്ക് പേര് കൊടുക്കാം. ഞാനിവിടെ ഷോർട്സ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു ഫയൽ നെയിമിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? നെക്സ്റ്റ് നമ്മുടെ ആർട്ട് ബോർഡിലേക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനുള്ള മെറ്റീരിയൽസ്, കണ്ടൻസ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് അപ്ലോഡ്സ് എന്ന ഫയൽ, ഈ അപ്ലോഡ്സിൻ്റെ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇമേജസ്, ഞാനിവിടെ ഫസ്റ്റ് നമ്മുടെ രാജ് GFXൻ്റെ ലോഗോ സെലക്ട് ചെയ്തു, ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രാജ് GFXൻ്റെ ലോഗോ ഫസ്റ്റത്തെ പേജ്, ഓക്കെ, ഇതാണ് എൻ്റെ യൂട്യൂബ് ഷോർട്സിൻ്റെ ഫസ്റ്റ് പേജ്. ഈ ഫസ്റ്റ് പേജിലേക്ക് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടു. നമുക്കിവിടെ ജസ്റ്റ് ചെറുതാക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ പൊസിഷനിൽ പോയിട്ട് ഞാനിങ്ങനെ സെൻറ്ററാക്കി കൊടുത്തു. ഓക്കെ, രാജ് GFX ഞാൻ വേണമെങ്കിൽ കുറച്ച് താഴേക്ക് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം? നമുക്ക് ഇവിടെ നമ്മുടെ ഈ ആർട്ട് ബോർഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ലൈറ്റ് ഗ്രേ ആയിട്ടൊരു കളർ ഞാൻ കൊടുക്കാൻ പോകുന്നു, ലൈറ്റ് ഗ്രേ. ഓക്കെ, ലൈറ്റ് ഗ്രേ കളർ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് വേണം? ഒരു ക്യാപ്ഷൻ കൊടുക്കണം, ഒരു ഹെഡിങ് എനിക്ക് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ആഡ് ഹെഡിങ് ഞാനിങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടു. ഓക്കെ, ഇനി എന്ത് വേണം? ഞാൻ ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒബ്ജക്റ്റ്. ഞാനത് പൊസിഷനിൽ പോയിട്ട് ഞാനത് മിഡിലാക്കി സെൻറ്ററാക്കി. ഓക്കെ, ഇനി എന്ത് വേണം? ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മുടെ ക്യാപ്ഷൻ കൊടുക്കാൻ ഞാനിവിടെ കൊടുക്കാൻ പോകണം, പ്രസൻസ് എന്ന് കൊടുക്കാൻ പോകണം, രാജ് GFX പ്രസൻസ്. ഓക്കെ, ഞാൻ ഈ പ്രസൻസ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്കിവിടെ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടാം. ഇവിടെ മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് കുറയ്ക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഒരു ഫോണ്ട് ഫാമിലി ഏതാണ് ഞാനിവിടെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ബെബാസ് ന്യൂ കൊടുക്കുകയാണ്. ഞാൻ ഈ ബെബാസ് ന്യൂ എന്ന ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് വേണം? ഞാൻ ഇതിൻ്റെ അപ്പർ കേസ് കൊടുക്കുക. ഓൾറെഡി ഇത് അപ്പർ കേസാണ്. നമുക്കിഷ്ടമുള്ള ഞാനത് സെലക്ട് ചെയ്ത് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകണം. എനിക്കിതൊരു വേറൊരു ഫോണ്ട് വേണം. ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. എനിക്കിവിടെ വേണ്ടത് പോപ്പിൻസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് റോബോട്ടാണ്. അപ്പോൾ ഞാൻ റോബോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു, റോബോട്ടോ. ഓക്കെ, അപ്പോൾ റോബോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ റോബോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ റോബോട്ടോ വേണ്ടത് ബോൾഡാണ്, റോബോട്ടോ ബോൾഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ എൻ്റെ കേസ് മാറ്റണം. അപ്പർ കേസ് അല്ലെങ്കിൽ ലോവർ കേസ് ചേഞ്ച് ചെയ്യണം. ഞാനിവിടെ അപ്പർ കേസ് സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ അപ്പർ കേസോ, വീണ്ടും നമുക്ക് സെലക്ട് ചെയ്താൽ ലോവർ കേസോ. ഞാൻ അപ്പർ കേസ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് വേണം? അപ്പോൾ രാജ് GFX പ്രസൻസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുക. പ്രസൻസ് തൊട്ട് താഴേക്ക് നമുക്കത് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി എനിക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മുടെ ബ്രാൻഡ് കളറിലുള്ള ഈ ഒരു റെഡ് കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. യെസ്, ഞാനിവിടെ ഈ ഒരു കളർ കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ബ്രാൻഡ് കളർ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേജിൽ ഞാൻ കൊടുത്തു രാജ് GFX പ്രസൻസ്. ഓക്കെ, നമുക്ക് വീണ്ടും ഓബ്ജക്റ്റ് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് നമുക്ക് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് തൊട്ട് താഴേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ നെക്സ്റ്റ് ബട്ടൺ ആഡ് പേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു പുതിയ പേജ് എനിക്ക് കിട്ടി. ഇനി എന്ത് വേണം? ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന കണ്ടൻറ്റ് രാജ് GFX പ്രസൻസ് ഫിഗ്മ. ഓക്കെ, പുതിയൊരു സോഫ്റ്റ്വെയറാണ് നമ്മൾ അടുത്ത ട്യൂട്ടോറിയൽ യൂസ് ചെയ്യാൻ പോകുന്ന അടുത്ത ട്യൂട്ടോറിയൽ ഫിഗ്മയുടെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ഷോർട്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ്സിൽ വന്നു. ഫിഗ്മയുടെ ലോഗോ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. പൊസിഷനിൽ പോവാം. ഞാൻ അതിനെ സെൻറ്ററാക്കാം, മിഡിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗ്മയുടെ ലോഗോടെ വന്നു. ജസ്റ്റ് കുറച്ച് നമുക്കൊന്ന് മൂവ് ചെയ്ത് മുകളിലേക്ക് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പേജിൽ രാജ് GFX പ്രസൻസ് ഫിഗ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും എനിക്കിവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം, ആഡ് ഹെഡിങ് കൊടുക്കണം. ഓക്കെ, ഇനി ആഡ് ഹെഡിങ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഫിഗ്മ എന്ന് കൊടുക്കുകയാണ്, ഫിഗ്മ. ഓക്കെ, സെലക്ട് ചെയ്തു. നമുക്ക് ഇവിടെ പൊസിഷനിൽ പോവാം. നമുക്കിവിടെ സെൻറ്ററാക്കി കൊടുക്കാം. ഓക്കെ, എന്ത് വേണം? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫിഗ്മ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ്, നമുക്ക് ഫോണ്ട് ഫാമിലി ചേഞ്ച് ചെയ്യാം. നമുക്ക് റോബോട്ടോ തന്നെ വേണം. അപ്പോൾ റോബോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ റോബോട്ടോയിൽ നമുക്കിവിടെ ബോൾഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോബോട്ടോ ബോൾഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. നമ്മുടെ റെഡ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫിഗ്മ, അപ്പോൾ രാജ് GFX പ്രസൻസ് ഫിഗ്മ.
ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് കുറച്ചും കൂടി അപ്ലൈ കൂട്ടി കൊടുക്കുക. ഞാനിവിടെ ഒരു 120 ഫോണ്ട് എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പൊസിഷനിൽ വരാം. അത് ഓൾറെഡി മിഡിലാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആഡ് പേജ്, മൂന്നാമത്തെ പേജ് ക്രിയേറ്റ് ചെയ്തു. വീണ്ടും എനിക്ക് അപ്ലോഡ്സിൽ വരാം. എനിക്ക് ഫിഗ്മയുടെ ലോഗോ ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടു. പൊസിഷനിൽ വരാം, ഞാനത് സെൻറ്റർ ആക്കിയിട്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ നമുക്ക് കൊടുക്കുന്ന കണ്ടൻറ്റ് ഏതാണ്? ദ പവർഫുൾ UI UX ഡിസൈൻ ടൂളാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാനിവിടെ ടെക്സ്റ്റിലേക്ക് വരാം. ടെക്സ്റ്റ് വന്നിട്ട് ആഡ് ഹെഡിങ് കൊടുത്തിട്ട് ഈ ആഡ് ഹെഡ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. ഓക്കെ, ഇനി ഞാനിവിടെ ടൈപ്പ് ചെയ്യണം പവർഫുൾ UI and UX design tool. ഓക്കെ, സെലക്ട് കൊടുക്കുക പവർഫുൾ. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ പൊസിഷനിൽ പോവാം. നമുക്കിവിടെ സെൻറ്റർ ആക്കി കൊടുക്കാം. ഓക്കെ, പവർഫുൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. പവർഫുൾ നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. UI ആൻഡ് UX ഡിസൈൻ ടൂൾ. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് വേണം? നമുക്കിവിടെ നമ്മുടെ റോബോട്ട് തന്നെ സെലക്ട് ചെയ്ത് റോബോട്ടോ ബോൾഡ് ഫോണ്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് റെഡ് കളർ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫിഗ്മ ദ പവർഫുൾ UI ആൻഡ് UX ഡിസൈൻ ടൂൾ. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ഇതിൽ എന്ത് പറയുന്നത്? നമ്മൾ ഫസ്റ്റ് രാജ് GFX പ്രസൻസ്. നെക്സ്റ്റ് സ്ലൈഡ് വരും ഫിഗ്മ ദ പവർഫുൾ UI ആൻഡ് UX ഡിസൈൻ ടൂൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണം ഒരു നാലാമത്തെ ഒരു പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ നാലാമത്തെ പേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നാലാമത്തെ പേജ് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഞാനിവിടെ അപ്ലോഡ്സിൽ വരാം. നമുക്ക് ഫിഗ്മയുടെ ഒരു ഐക്കൺ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. പൊസിഷനിൽ പോവാം. നമുക്ക് ഓൾറെഡി സെൻറ്റർ ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് എന്ത് വേണം? നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ഫിഗ്മ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ടെക്സ്റ്റ് എടുക്കുക. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടു. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് ടൈപ്പ് സബ് ഹെഡിങ് കൊടുക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഫിഗ്മ. ഓക്കെ, സെലക്ട് ചെയ്യുക. പൊസിഷനിൽ വരാൻ നമുക്കിവിടെ സെൻറ്റർ ആക്കി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് റോബോട്ടോ തന്നെ ചേഞ്ച് കൊടുക്കാം. റോബോട്ടോ സെലക്ട് ചെയ്യുക, ബോൾഡ് ഫോണ്ട്. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഒരു ലോഗോ നമുക്ക് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഈ രണ്ടും ഓബ്ജക്റ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമുക്ക് താഴേക്ക് സെൻറ്ററൈസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് നമുക്കിവിടെ രാജ് GFX പ്രസൻറ്റ്. സെക്കൻഡ് ഫിഗ്മ ദ പവർഫുൾ UI. അപ്പോൾ പവർഫുൾ നമുക്കോട് D കൊടുക്കാം. നമുക്കിവിടെ D പവർഫുൾ UI ആൻഡ് UX ഡിസൈൻ ടൂൾ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഫീച്ചേഴ്സ് ഓഫ് ഫിഗ്മയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കളർ നമുക്ക് റെഡ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു യൂണിഫോമിറ്റി കിട്ടും. ഓക്കെ, ഫസ്റ്റത്തിലും സെക്കൻഡിലും അതുപോലെ തന്നെ എല്ലാത്തിലും നമ്മൾ റെഡ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ ഫോണ്ടിന് കൊടുത്തേക്കണം. ഓക്കെ, അപ്പോൾ ദ ഫീച്ചേഴ്സ് ഓഫ് ഫിഗ്മ. അപ്പോൾ നമ്മൾ എത്ര നാല് നമ്മൾ യൂട്യൂബ് ഷോർട്സിനുള്ള 4 സ്ലൈഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ആഡ് പേജ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ഫിഗ്മയാണ്. അപ്പോൾ നമുക്കൊരു 5ാമത്തെ പേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഓഫ് ഫിഗ്മയിൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അത് ക്ലൗഡ് ബേസ്ഡ് ഡിസൈൻ ടൂളാണ്. അപ്പോൾ നമുക്ക് ആഡ് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ എഴുതി കൊടുക്കാം ക്ലൗഡ് ബേസ്ഡ് ഡിസൈൻ ടൂളാണ്. ഓക്കെ, ക്ലൗഡ് ബേസ്ഡ് ഡിസൈൻ ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പൊസിഷനിൽ വരാൻ നമുക്കത് ഓൾറെഡി മിഡിൽ സെൻറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ വന്നിട്ട് നമുക്കിവിടെ റോബോട്ടോ ബോൾഡ് കൊടുക്കാം. നമുക്കിവിടെ ഫോണ്ടിൻ്റെ കളേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇങ്ങോട്ടൊരു ഐക്കൺ അല്ലെങ്കിൽ ഒരു ഇമേജ് ഇങ്ങോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ്സ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്ലോഡ്സ് ഫയൽ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കിവിടെ എന്ത് വേണം? നമുക്ക് ക്ലൗഡ് ബേസ്ഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. ഇവിടേക്ക് ക്ലൗഡ് ബേസ്ഡ് നമുക്കിവിടെ ഇതിൻ്റെ സൈസ് കുറയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് വയ്ക്കാം. ക്ലൗഡ് ബേസ്ഡ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാം. നമുക്കിവിടെ ഈ ലെറ്റർ ലൈൻ സ്പേസിങ് നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഓക്കെ, സെലക്ട് ചെയ്യുക. 2 ഐറ്റംസ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് താഴേക്ക് നമുക്കത് മൂവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ക്ലൗഡ് ബേസ്ഡ് ഡിസൈൻ ടൂളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ഫീച്ചറാണ്. അടുത്ത ഫീച്ചർ എന്താണ്? അടുത്ത ഫീച്ചർ നമുക്ക് കൊളാബറേറ്റ് വിത്ത് അതേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് വീണ്ടും സെലക്ട് ചെയ്യാം.
ഇനി നമുക്ക് അപ്ലോഡ് ഫയൽസിൽ പോവാം. അപ്ലോഡ് ഫയൽസ് സെലക്ട് ചെയ്യാം. ഒരു ഇമേജ് കൊളാബറേഷൻ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഇമേജ് നമുക്ക് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്ത് കൊടുക്കാം. പൊസിഷനിൽ പോയിട്ട് നമുക്ക് ഇവിടെ മിഡിൽ സെൻറ്റർ ആക്കി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് ടെക്സ്റ്റ് ടൂൾ എടുക്കാം. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് ഹെഡിങ് കൊടുക്കുക. ആഡ് ഹെഡിങ് സെലക്ട് ചെയ്താൽ നമുക്ക് കൊളാബറേറ്റീവ് ടൂളാണ്. അപ്പോൾ കൊളാബറേറ്റീവ് ടൂൾ. ഓക്കെ, കൊളാബറേറ്റീവ് ടൂളാണ്. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ പൊസിഷനിൽ വരാം. നമുക്കത് ഓൾറെഡി സെൻറ്ററാണ്. സെൻറ്റർ ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു റെഡ് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഫാമിലി നമുക്ക് റോബോട്ടോ ബോൾഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് സെലക്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അത് എൻ്റർ അടിക്കാം. സെൻട്രലൈസ് ചെയ്യാം. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ എന്ത് വേണം, നമുക്കിതിൻ്റെ ലൈൻ ഹൈറ്റ് നമുക്ക് കുറച്ച് കുറയ്ക്കാം. കൊളാബറേറ്റീവ് ടൂളാണ്. ഓക്കെ, വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ രാജ് GFX പ്രസൻസ് ഫിഗ്മ ദി പവർഫുൾ UX ഡിസൈൻ ടൂൾ. ഫീച്ചേഴ്സ് ഓഫ് ഫിഗ്മ. ഫസ്റ്റ് വൺ എന്താണ്, ക്ലൗഡ് ബേസ്ഡ് ഡിസൈൻ ടൂൾ. സെക്കൻഡ് വൺ എന്താണ്, കൊളാബറേറ്റീവ് ടൂൾ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഫീച്ചേഴ്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ നെക്സ്റ്റ് റിയൽ ടൈം എന്നാണ് പുതിയൊരു ഫീച്ചേഴ്സ്. അപ്പോൾ ആഡ് ഹെഡിങ് ഇങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പേര് കൊടുക്കാം റിയൽ ടൈം. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുക്കുക. പൊസിഷനിൽ വരെ നമുക്കത് സെൻറ്റർ ആക്കി കൊടുക്കാം. നമുക്കിവിടെ എന്ത് വേണം, നമ്മൾ നേരത്തെ പോലെ റോബോട്ടോ സെലക്ട് ചെയ്യുക. ബോൾഡ് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കളർ നമ്മുടെ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് വേണം, നമുക്ക് അപ്ലോഡ്സ് വന്നിട്ട് നമുക്ക് അപ്ലോഡ്സ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. റിയൽ ടൈമിൻ്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. പൊസിഷനിൽ പോവുക. നമുക്കത് കറക്റ്റ് സെൻറ്റർ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 സ്ലൈഡ്സ് അല്ലെങ്കിൽ 7 ഫ്രെയിംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് സ്ലൈഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എത്രയും 0.35 സെക്കൻഡ് ആയിട്ടുള്ളൂ. നമ്മൾ നോർമൽ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് 59 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയൊരു പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഫിഗ്മയുടെ ഒരു ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫിഗ്മ ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ജസ്റ്റ് ചെറുതാക്കി കൊടുക്കുക. അതിൻ്റെ ഫിഗ്മയുടെ ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കുക. പൊസിഷൻ ചെയ്യുക. നമുക്കിവിടെ മിഡിൽ സെൻറ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് ഇവിടെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് വേണം, നമുക്കിവിടെ ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ആഡ് ഹെഡിങ് കൊടുക്കാം. യു ക്യാൻ ക്രിയേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ കളർ ഞാൻ വീണ്ടും നമ്മുടെ റെഡ് കളർ കൊടുത്തു. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. റോബോട്ടോ ബോൾഡ് കൊടുക്കാം. ഇനി നമുക്ക് പൊസിഷനിൽ വരാം. ഇത് കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് നോക്കുക. യു ക്യാൻ ക്രിയേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സബ് ഹെഡിങ് വേണം. അതിന് ഞാനിവിടെ ഈ സബ് ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഫസ്റ്റ് സബ് ഹെഡിങ് ആണ്. ഫസ്റ്റ് സബ് ഹെഡിങ് നമുക്ക് യു ക്യാൻ ക്രിയേറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ യൂസർ ഇൻ്റർഫേസ് വയർ ഫ്രെയിം എന്നാണ്. വയർ ഫ്രെയിം കൊടുക്കുക. അപ്പോൾ നമുക്ക് വയർ ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് പൊസിഷനിൽ വരാൻ നമുക്കത് സെൻറ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് വേണം, ഞാനിവിടെ അപ്ലോഡ്സ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു. വയർ ഫ്രെയിം സെലക്ട് ചെയ്തെടുത്തു. ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുത്തു. ഞാനിതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി. വയർ ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വയർ ഫ്രെയിം. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം, നെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മോക്കപ്പ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെലക്ട് ചെയ്യുക. കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കുക. ഇവിടെ നമുക്ക് കൊടുക്കാം മോക്കപ്പ്. ഓക്കെ, മോക്കപ്പ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാനിവിടെ അപ്ലോഡ്സ് വന്നിട്ട് അപ്ലോഡ്സ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു മോക്കപ്പിൻ്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓപ്പൺ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. നമുക്കിവിടെ ഇതിൻ്റെ സൈസ് നമുക്കിവിടെ ചെറുതാക്കാം. ഇവിടെ നമുക്കിവിടെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം ഇതിൻ്റെ സൈസ്. മോക്കപ്പ് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വയ്ക്കാം.
ഓക്കെ. സോ ലാസ്റ്റ് വേണം എന്താണ് നമുക്ക് ഇവിടെ വേണ്ടത് പ്രോട്ടോടൈപ്പ് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഈ മോക്കപ്പ് സെലക്ട് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടു എനിക്കിവിടെ കൊടുക്കാനുള്ളത് പ്രോട്ടോടൈപ്പ് എന്നാണ്. ഓക്കെ, നമുക്ക് പ്രോട്ടോടൈപ്പ് കൊടുക്കാം. പ്രോട്ടോടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കും, ടൈപ്പ് ചെയ്യുക പ്രോട്ടോടൈപ്പ് ഡിസൈൻ. അപ്പോൾ വീണ്ടും ഞാൻ അപ്ലോഡ്സ് വരും, അപ്ലോഡ്സ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്തെടുത്തു, ഓപ്പൺ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് ചെറുതാക്കാം. ഇവിടെ ജസ്റ്റ് ഈ കോർണറിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് ചെറുതാക്കി നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് താഴേക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് വേണം, നമ്മളിപ്പോൾ റിയൽ ടൈം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യു ക്യാൻ ക്രിയേറ്റ് ഇൻ ഫിഗ്മ വയർ ഫ്രെയിം മോക്കപ്പ് ഡിസൈൻ ആൻഡ് പ്രോട്ടോടൈപ്പ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 8 സ്ലൈഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് 40 സെക്കൻഡായി. ഓക്കെ, ഇനി നമുക്ക് എന്താ 20 സെക്കൻഡും കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു പേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി വീണ്ടും ഞാൻ എൻ്റെ ടെക്സ്റ്റിലേക്ക് പോയി ഞാൻ മെയിൻ ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുത്തു, കമ്മിങ് സൂൺ എന്ന് കൊടുത്തു. ഓക്കെ, കമ്മിങ് സൂൺ ഇൻ this ഓക്കെ, ഞാനത് റിമൂവ് ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാൻ എൻ്റെ സബ് ഹെഡിങ് കൊടുത്തു. ഈ സബ് ഹെഡിങ് ഞാൻ കൊടുക്കുന്നത് കംപ്ലീറ്റ് ഫിഗ്മ ട്യൂട്ടോറിയൽ ഇൻ മലയാളം. ദി കംപ്ലീറ്റ് ഫിഗ്മ ട്യൂട്ടോറിയൽ ഇൻ മലയാളം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഫിഗ്മ ട്യൂട്ടോറിയൽ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്തു, റോബോട്ടിന് ഞാൻ പകരം ബോൾഡ് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കളർ ഞാൻ വീണ്ടും ഞാൻ എൻ്റെ ഒരു റെഡ് കളറാക്കി കൊടുത്തു. ഇങ്ങോട്ട് നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, അഗൈൻ അപ്ലോഡ്സ് വന്നിട്ട് ഞാൻ ഫിഗ്മയുടെ ലോഗോ ഞാൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, പൊസിഷനിൽ വരാൻ നമുക്കത് സെൻറ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദ കംപ്ലീറ്റ് ഫിഗ്മ ട്യൂട്ടോറിയൽ മലയാളം കമ്മിങ് സൂൺ ഇൻ .gfx. ഓക്കെ, അപ്പോൾ നമുക്ക് 45 സെക്കൻഡായി. ഇപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒരു ലെയർ ക്രിയേറ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇത് ഏതാണ്, നമ്മളിത് കംപ്ലീറ്റ് ഫിഗ്മ ട്യൂട്ടോറിയൽ മലയാളം കമ്മിങ് സൂൺ ഇൻ .gfx ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ടെക്സ്റ്റിലേക്ക് വരാം. ആഡ് ഹെഡിങ് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തു കമ്മിങ് സൂൺ ഇൻ enter .gfx channel in this channel. Okay, in this YouTube channel. Okay, coming soon in this YouTube channel. Select ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ ബാക്ക് സ്പേസ്. ഓക്കെ, in this YouTube channel സെലക്ട് ചെയ്ത് കൊടുക്കാം. റോബോട്ടോ സെലക്ട് ചെയ്യുക, ബോൾഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് എല്ലാം സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കത് റോബോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം, ബോൾഡാക്കി കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ കളർ നമുക്ക് ഒരു റെഡാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നിവിടെ നമ്മുടെ .gfxൻ്റെ ലോഗോ വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ അപ്ലോഡ്സ് വരാം. അപ്ലോഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. .gfxൻ്റെ ലോഗോ ഇങ്ങോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് തൊട്ട് താഴേക്ക് കൊടുക്കാം. .gfxൻ്റെ ലോഗോ കുറച്ച് സൈസ് റെഡ്യൂസ് ചെയ്യാം. നമുക്കിവിടെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ പൊസിഷൻ നമുക്ക് സെൻറ്റർ ആക്കി, ഓൾറെഡി സെൻറ്ററാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. .gfx presents Figma the powerful UI and UX design tool. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ ലാഗിങ് ഉണ്ട്. നമുക്ക് ലാഗിങ് നമുക്ക് കുറയ്ക്കാം. നമുക്ക് ഇതിൻ്റെ പകുതി മതി. ഓക്കെ, 3 സെക്കൻഡ് നമുക്കിത് മതി. എല്ലാതും നമുക്കൊരു 3 സെക്കൻഡ് ആക്കാം. ഇനി നമുക്ക് വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. .gfx presents Figma. Okay, powerful UI UX design tool. Features of Figma. Cloud based design tool. Next, collaborative tool. Next, നമുക്ക് റിയൽ ടൈം. അതുപോലെ തന്നെ യു ക്യാൻ ക്രിയേറ്റ് വയർ ഫ്രെയിം മോക്കപ്പ് ഡിസൈൻ പ്രോട്ടോടൈപ്പ് ഡിസൈൻ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഫിഗ്മ ട്യൂട്ടോറിയൽ മലയാളം കമ്മിങ് സൂൺ ഇൻ ദിസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, കറക്റ്റ് അല്ലേ?
അപ്പോൾ നമുക്കത് ഇവിടെ നമുക്ക് വീണ്ടും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്കൊരു ട്രാൻസിഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ നെക്സ്റ്റ് ഈ ഒരു പേജിന് ഒരു കളർ നമുക്ക് കൊടുക്കണം. ഈ ഒരു കളർ നമുക്ക് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇഷ്ടപ്പെട്ട ഒരു കളർ, ഒരു ലൈറ്റ് ബ്ലൂ കളർ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലൈറ്റായിട്ടൊരു ബ്ലൂ കളർ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. Ctrl+C. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വരാം. നമുക്കിവിടെ അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. Ctrl+V. ഓക്കെ, അഗൈൻ നെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ നമുക്ക് ആ സെയിം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു ട്രാൻസിഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ ലൈൻ വൈപ്പോ അല്ലെങ്കിൽ നമുക്ക് കളർ വൈപ്പോ അല്ലെങ്കിൽ സർക്കിൾ വൈപ്പോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇവിടെ ഫ്ലോ ആണ് ഏറ്റവും ബെറ്റർ. ഞാൻ ഫ്ലോ സെലക്ട് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഈ എല്ലാത്തിനും നമുക്ക് നമുക്ക് അനിമേഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ അനിമേറ്റ് ചെയ്യാം. ഇതിനൊക്കെ നമുക്കിവിടെ ഒരു നൈസായിട്ടുള്ള അനിമേഷൻ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ എല്ലാത്തിനും നമുക്ക് ഒരു അനിമേഷൻ കൊടുക്കാം. സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് ഇതിന് ഒബ്ജക്റ്റും സെലക്ട് ചെയ്യാം. നമുക്കിവിടെ അനിമേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ട ഒരു അനിമേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഫിഗ്മയുടെ ഈ ലോഗോ സെലക്ട് ചെയ്യുക. അനിമേറ്റിലേക്ക് പോവാം. നമുക്കിവിടെ ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അനിമേഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് അനിമേഷൻസ് ഒക്കെ നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് നമുക്ക് ട്രാൻസിഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇഷ്ടപ്പെട്ടൊരു ട്രാൻസിഷൻ നമുക്ക് കൊടുക്കാം. ഞാൻ ഈ ഒരു കളർ വൈപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഡിസോൾവോ അല്ലെങ്കിൽ നമുക്കൊരു സ്ലൈഡ്സോ ഞാനിവിടെ കളർ വൈപ്പാണ് കൊടുക്കുന്നത്. നമ്മൾ കളർ വൈപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റിൽ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ സെയിം കളർ വൈപ്പ് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 21 സെക്കൻഡുള്ള നമുക്ക് കുഴപ്പമില്ല. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലോഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓഡിയോ സെലക്ട് ചെയ്യാം. ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ഓഡിയോ ഇങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അപ്ലോഡ് ചെയ്ത ഓഡിയോ ജസ്റ്റ് ഇതിൻ്റെ ട്രാക്കിലേക്ക് നമുക്ക് വലിച്ചിടാം. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഓഡിയോൻ്റെ വോളിയം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ക്ലിയർ ആയില്ലേ ഇപ്പോൾ എങ്ങനെ ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന്? ഓക്കെ, ഇതിപ്പോൾ നമുക്കിവിടെ 21 സെക്കൻഡുള്ള നമുക്ക് ഒരു 59 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡാണ് നമ്മുടെ അല്ലെങ്കിൽ 1 മിനിറ്റാണ് നമ്മുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോയുടെ നമ്മുടെ ഡ്യൂറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ കണ്ടൻസൊക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ നമുക്ക് ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ ഫൈനലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് ഷോർട്ട് വീഡിയോ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം? അതിന് നമുക്ക് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിലൂടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ തൊട്ട് താഴെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം MP4 വീഡിയോ. ഓക്കെ, ഈ MP4 വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.